Hello everyone, welcome back to Rasia's Heavenly Max. So today I have got something super exciting to share with you that could make a remarkable difference in your board exam preparation, and that is this fantastic online platform Oswald.io by the Oswald Gurukul Publishers. So what are you waiting for? Click the link in the description, head over to Oswald.io and take that first step for acing your board exam 2024. So let us see how it works with Oswald.io. Okay, that is, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള, ദാറ്റ് ഈസ് നമ്മുടെ ഒരു കോഗ്നിറ്റീവ് ലെവൽ അനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് നമുക്ക് എല്ലാവർക്കും നമ്മളെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കും. ഓരോ സബ്ജക്റ്റിലും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് ഡിഫറെന്റ് ഡിഫിക്കൽറ്റി ലെവലിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര സമയം കൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ നമ്മുടെ റേഞ്ച് എന്താണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുക. അവിടെ നിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ആ ഒരു സ്പീഡ് ആൻഡ് ആക്യുറസി എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മുടെ എക്സാം പേപ്പറിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ട രീതിയിലേക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റിയെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു പ്രാക്ടീസ് എന്നുള്ള ഫോമിൽ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ ടെസ്റ്റ്, ദാറ്റ് ഈസ് ദ ടെസ്റ്റ് യു വാണ്ട് ഇൻ യുവർ ഓൺ വേ. ഓക്കെ, നമുക്ക് എടുക്കാം. ആൻഡ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട്, ഹിയർ ദേ ആർ പ്രൊവൈഡഡ് വിത്ത് 4 options: science, mathematics, social science and English, language and literature. Okay, so obviously I am opting for mathematics. And next, select your time. Okay, that is ഇവിടെ നമുക്ക് ടൈം ഉണ്ട്, 10 minutes, 20 minutes, 30 minutes duration ഉണ്ട്. അപ്പോൾ I am opting for a 10 minute okay duration. And after that you will be provided with the chapters. Okay, ഇതില് select the chapter you want. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനോട്ടാണ് ആഗ്രഹിക്കുന്ന ചാപ്റ്റർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഒരുപാട് എണ്ണമുണ്ട്. ഐ എം ഓപ്റ്റിംഗ് ഫോർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആൻഡ് 2 വേരിയബിൾസ്. ആൻഡ് യു ക്യാൻ സെലക്ട് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് നിങ്ങൾക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് MCQs ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്, ലോങ് ആൻസർ ഉണ്ട്. ഓക്കെ, നമുക്ക് മാത്തമാറ്റിക്സിൽ ആ ഒരു രീതിയിലാണ് ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് വരിക. MCQs, short answer and long answer. അപ്പോൾ എന്താണ്, I am opting for MCQ type of questions from the chapter pair of linear equations. Okay, then submit. Okay, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദാ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് ഒന്നുകൂടെ നമ്മളെ കാണിക്കും. pair of linear equation, 2 variables is the chapter, question type is multiple choice and the time allotted is 10 minutes. Okay, so that we can start the test. Yes. So I'm starting the test and here you are provided the general instructions to be followed while attempting the test. ഈ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ജനറൽ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ അറിയണം അത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഇതാ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും, ദാ ഇവിടെ ക്വസ്റ്റ്യൻസ് വരും. So I hope you can see the question. I can zoom the window. Okay, so question number 1. The values of x and y and 2x plus 3y is equal to 2 and x minus 2y is equal to 8. Okay, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. As you can see, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്, ദാറ്റ് ഇസ് നമ്മൾ മൊത്തത്തിൽ 10 മിനിറ്റ്സിന്റെ ടെസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഓരോ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്, സമയമുണ്ട്. ഇവിടെ കാണാം, ഈ ക്വസ്റ്റ്യന്റെ സമയമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ എൻറ്റയർ ടെസ്റ്റിന്റെ സമയമാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൃത്യമായ ടൈം ഡ്യൂറേഷൻ, നമ്മുടെ നിങ്ങൾക്കറിയാലോ ബോർഡ് എക്സാം എന്ന് പറയുന്നത് ഒരു കൃത്യമായ സമയത്തിലാണ് നമുക്ക് നടക്കുന്നത്. ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പല ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഡിഫറെന്റ് ഡിഫിക്കൽറ്റി ലെവൽസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരത്തെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ദിസ് വിൽ ഹെൽപ്പ്. ഓക്കെ, സോ ഇവിടെ നോക്കുക. ഓക്കെ, only 2 minutes and 41 seconds left. The values of x and y in 2x plus 3y is equal to 2 and x minus 2y is equal to 8. Okay, so let us solve that. 2x plus 3y is equal to 2 and x minus 2y is equal to 8. Okay, so അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് ഞാനിതാ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും, നമുക്ക് 4 minus 4 ആയിട്ട് മാറും. ഇത് എത്രയായിട്ട് മാറും, this will become 16. Okay, നമുക്ക് 16 ആയിട്ടാണ് മാറുക. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സ് എന്ന് പറയുന്ന ആളുടെ എന്താണ് കോഎഫിഷ്യന്റ് സെയിം ആണ്, സൈനും സെയിം ആണ്. സോ സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും, സപ്പോസ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഐ എം ഗോയിങ് ടു സബ്ട്രാക്ട് ലൈക്ക് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2.
So 2x minus 2x cancels each other. 3y minus of minus 4y. എത്രയാണ്? 7y ആണ് അല്ലേ? 3y minus of minus. Okay, രണ്ട് മൈനസുകൾ ഒരേ സൈനുകൾ എപ്പോഴും അടുത്ത് വന്നാൽ അത് പോസിറ്റീവ് ആയിട്ട് മാറും. Okay, so 7y is equal to നമുക്ക് ഇവിടെ കാണാം 2 minus 16. Okay, 2 minus 16 which is equal to minus 14 and y is equal to minus 2. y ന്റെ വാല്യൂ എത്ര കിട്ടിയത്? minus 2 ആണ് കിട്ടിയത്. And x ന്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ minus 2 ഉള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ x ന്റെതും കൂടെ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഇപ്പൊ ഞാനിവിടെ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നോക്കിയേ, x minus 2y is equal to 8 എന്ന് പറയുന്ന ഇക്വേഷനിൽ x ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 plus 2y എന്ന് പറയുന്ന ഫോമിലേക്ക് നമുക്ക് മാറി എഴുതാനായിട്ട് സാധിക്കും. is equal to 8 minus, okay, because here then y is negative. So 2 into minus 2 will become minus 4 and the answer is 4. So our option 4 minus 2 is the answer and here is our option C. Okay, so this is the next question and the question is the values of x and y in 2x minus 5y plus 4 is equal to 0 and 2x plus y minus 8 is equal to 0. Okay, so 2x minus 5y, appo idine maatti ezhuda, 2x minus 5y is equal to minus 4 and 2x plus y is equal to plus 8. കാരണം ഞാൻ ഈ ഒരു രീതിയിൽ, that is x and y വേരിയബിൾസ് ഒരു സ്ഥലത്തും ആൻഡ് കോൺസ്റ്റന്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കും പോകുന്ന രീതിയിൽ മാറ്റി. നെക്സ്റ്റ് ഇവിടെ നോക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും 2x, that is x ന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്, അതുപോലെ സൈൻ സെയിം ആണ്. സോ സെയിം സൈൻ ആണെങ്കിൽ we can opt for subtraction. So subtraction ആകുമ്പോൾ എന്താണ്, equation number 1, equation number 2 and taking like equation number 1 minus equation 2 minus 5y minus y എത്ര കിട്ടും? minus 6y is equal to minus 4 minus 8, okay, which is equal to minus 12 and y is equal to 2 ആണ് ലഭിക്കുക. ഓക്കെ, y യുടെ വാല്യൂ 2 ആണ് ലഭിക്കുക. ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, 2 ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് x ന്റെ വാല്യൂം കൂടെ നമുക്ക് നോക്കണം. x is equal to ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഞാൻ ഐ എം കൺസിഡറിങ് ഇക്വേഷൻ നമ്പർ 2. 2ൽ നിന്നും ഐ ക്യാൻ സേ ദാറ്റ് x is equal to 8 minus y divided by 2 അല്ലേ? 8 minus y divided by 2 ഈ ഫോമിൽ എഴുതുമ്പോൾ which is equal to 8 minus 2 divided by 2 which is equal to 6 by 2 which is equal to 3. So I got the value of x as 3 and y as 2. Okay, so x as 3 and y as 2 is our option B here. Submit here, save and next. Okay, അപ്പോൾ then you will be provided with the next question. The value of k for which the system of linear equations x plus 2y is equal to 3 and 5x plus ky plus 7 is equal to inconsistent ആണ്. ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സൊല്യൂഷൻ ഇല്ല എന്നാണ് പറയുന്നത്. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ മിനിമം ഒരു സൊല്യൂഷൻ എങ്കിലും കാണണം. മിനിമം ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആ പെയർ ഓഫ് ലൈൻസ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇന്റർസെക്റ്റിംഗ് ആകാം അല്ലെങ്കിൽ കോയിൻസിഡന്റ് ആകാം. അവർക്കാണ് വൺ സൊല്യൂഷൻ ആൻഡ് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ വരുന്നത്. നോ സൊല്യൂഷൻ വരുന്ന ആൾക്കാരാണ് ഇൻകൺസിസ്റ്റന്റ് ആവുന്നത്. നോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ ലൈൻസ് എന്താണ്, പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയബിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ യു നോ ദാറ്റ് ഇറ്റ് ഇസ് a1 divided by a2 is equal to b1 divided by b2 which is not is equal to c1 by c2. This is the equation. അപ്പോൾ നമുക്കിവിടെ k യുടെ വാല്യൂവിനെ പറ്റിയാണ് നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചിന്തിച്ചു നോക്കാം. 1 divided by 5 okay is equal to 2 divided by k. ഇത് തന്നെ മതിയാകും നമുക്ക് ചെയ്യാനായിട്ട്. k is equal to 10 ആണ് നമ്മുടെ ആൻസർ വരിക. Okay, and our option D is the right answer. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് സെറ്റ് ചെയ്ത സമയത്ത് 10 minutes ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷനൂടെ വരുന്നത് കൊണ്ട് നമുക്കത് ടൈം ഔട്ട് ആയിപ്പോയി. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്ത ടോട്ടൽ 3 questions ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ടൈം ഔട്ട് ആയത്. അപ്പോൾ 2 questions മാത്രമേ ഇതിൽ എൻ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള പ്രത്യേകത, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും സമയം എടുക്കില്ല. അപ്പോൾ നമുക്ക് എന്താണ്, ഇന്ന ഒരു ടൈം ഡ്യൂറേഷൻ അത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ടൈം മാനേജ്മെന്റ് നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ ഇത് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ലഭിക്കും. ദാറ്റ് ഈസ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ദാറ്റ് ഈസ് മാർക്കിന്റെ കറക്റ്റ് അനാലിസിസ് നിങ്ങൾക്ക് ലഭിക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 minutes ഡ്യൂറേഷനിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്ത ആ ഒരു ടെസ്റ്റ് ഔട്ട് ഓഫ് 5 marks ആണ് ഉണ്ടായിരുന്നത്. അതിൽ 3 marks ആണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, ആൻഡ് അതിൽ എന്താണ് 2 എണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ള, ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്ന് ഞാൻ അറ്റംപ്റ്റ് ദാറ്റ് ഈസ്
ഒരെണ്ണം അൺഅറ്റംപ്റ്റഡ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ നോക്കുക ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനോടൊപ്പം എന്താണ് ആവറേജ് ടൈം കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ക്വസ്റ്റ്യൻ എന്ന ടൈപ്പിലുള്ള ദാറ്റ് ഈസ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അതിലപ്പോൾ എനിക്ക് കൂടുതൽ പ്രാക്ടീസ് വേണം. നിരന്തരമായി ആ ക്വസ്റ്റ്യൻസ് പിന്നെയും മോക്ക് ടെസ്റ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയി പോകും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ഓപ്ഷനും കിട്ടും ആൻഡ് എന്താണ് അത് ചെയ്യേണ്ട കൃത്യമായ രീതിയും നിങ്ങൾക്ക് അവിടെ കൂടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ.